ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് അതും പറയാൻ വേണ്ടി പോകുന്ന നമ്മുടെ മലയാളത്തിലെ സ്വന്തം നമ്മുടെ ലാലേട്ടൻ്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന അപ്കമ്മിങ് റിലീസ് ചിത്രങ്ങളെ കുറിച്ച് അപ്ഡേറ്റ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് തന്നെ പറയാനുള്ളത് എമ്പുരാൻ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന മാർച്ച് 27 നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഒരു പാൻതർ റിലീസ് ഏകദേശം മലയാളത്തിൽ തന്നെ വലിയ ചിലവ് കൂടിയിട്ടുള്ള ഒരു പടമാണെന്ന് കേൾക്കപ്പെടുന്നു. ഏകദേശം 141 കോടി രൂപയോളമാണ് ഇതിൻ്റെ ബഡ്ജറ്റ് എന്നാലും കേൾക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും എമ്പുരാൻ വലിയൊരു പാൻതർ റിലീസും എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം തന്നെയാണ്. പോസിറ്റീവ് റെസ്പോൺസ് അവർ പക്ഷേ ബോക്സ് ഓഫീസിനെ ഫോഴ്സിലടക്കം അടിച്ചു പോകാൻ ചാൻസ് വളരെ കൂടുതൽ തന്നെയാണ്. മോഹൻലാലെ കൂടാതെ ഇന്ദ്രജിത്തും ടോവിനോ തോമസ് മഞ്ജു വരെ ഒരുപാട് താരങ്ങൾ ചിത്രത്തിലുണ്ട്. പടത്തിൻ്റെ ഓരോ പോസ്റ്റേഴ്സ് ലുക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എമ്പുരാൻ റിലീസ് നോക്കി കഴിഞ്ഞാൽ മാർച്ച് 27 ഒരു പാൻതർ റിലീസ് തന്നെ വരാൻ വേണ്ടി പോകുന്നത്. കേരളത്തിൽ ഏകദേശം ഫാൻ ഷോകളെല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ള 6 മണിക്കാണ്. ഇപ്പോഴും ലൈസൻസ് ഇഷ്യൂ പരിപാടിക്കാരൊന്നും ഫിക്സ് ആക്കിയിട്ടില്ലെങ്കിൽ പോലും ഏകദേശം 140 പരം ഫാൻ ഷോകൾ എപ്പോഴും ചാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് എമ്പുരാന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അപ്ഡേറ്റ് വരാൻ വേണ്ടി ഇപ്പോൾ തുടരും എന്ന് പറയുന്ന മൂവിയാണ്. തുടർന്ന് നമുക്ക് എല്ലാവർക്കും മോഹൻലാൽ അതുപോലെ തന്നെ തരുൺമൂർത്തി കൂടുതൽ ഒരു ചിത്രമാണ്. അവർക്ക് നമ്മുടെ നായികയായിട്ടുള്ള ശോഭനയും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്ന പ്രത്യേകതയും തുടരുമെന്ന് പറഞ്ഞ മൂവിക്കുണ്ട്. മോഹൻലാൽ വരാൻ വേണ്ടി പോകുന്ന വെറും സാധാരണക്കാരായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ കാത്തിരിപ്പിനുള്ള ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്. തിരിച്ചും ഒരു ടാക്സി ഡ്രൈവറായിട്ടും ഒരു ഇമോഷണലായിട്ട് കണ്ടിച്ചാൻ സാധിക്കുന്ന ഒരു നല്ലൊരു കുഞ്ഞു ഫാമിലി പടം തന്നെയായിരിക്കും തുടരും. അപ്പോൾ തുടരിൻ്റെ OTT അവകാശങ്ങളൊക്കെ വിറ്റുപോകാത്തതിൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട് മുന്നേ തന്നെ റിലീസിലേക്ക് മാറ്റി വെച്ചിരുന്നു. ഇതെല്ലാം മാറ്റി മറിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ അവകാശം ഏറ്റെടുത്തുള്ള ഏഷ്യാനെറ്റും സ്റ്റാർട്ട് അവകാശം, അതുപോലെ തന്നെ OTT അവകാശം ഏറ്റെടുത്തുള്ള ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറുമാണ്. വലിയ തുകയ്ക്ക് ഏകദേശം 25 കോടി മുകളിലേക്കാണ് ഇതിൻ്റെ ഡിജിറ്റൽ OTT അവകാശം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയെന്ന് കേൾക്കപ്പെടുന്നത്. അപ്പോൾ തുടരും റിലീസ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ജൂണിലൊക്കെ ആയിട്ടാണ് റിലീസ് ഡേറ്റ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്തായാലും കാത്തിരിക്കാം. മെയ് ജൂൺ ഒക്കെ ടൈമിലാണ്. ഫിക്സഡ് ഡേറ്റും ഇപ്പോഴും കൺഫേമായി പുറത്ത് വന്നിട്ടില്ല. നമുക്ക് ഏകദേശം മെയ് മാസമാണെന്നൊക്കെയാണ് കണക്കൊക്കെ പെടുന്നത്. നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു അപ്ഡേറ്റ് എന്നാണ്. മോഹൻലാൽ, മമ്മൂട്ടി, മഹേഷ് നാരായണൻ, നയൻതാര കൂടുതൽ ചിത്രമാണ്. മലയാള സിനിമ തന്നെ ഏകദേശം വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്നു. അതുപോലെ തന്നെ മമ്മൂട്ടിയും മോഹൻലാലും നീണ്ട ഒരുപാട് ശേഷം വീണ്ടും ഒന്നിക്കുന്ന പ്രത്യേകത ഉണ്ട്. ഇവരെ കൂടാതെ കുഞ്ചാക്കോ ബോബൻ, ഫൗദ് ഫാസിൽ തുടങ്ങിയും പ്രധാനപ്പെട്ട റോൾ വരാൻ വേണ്ടി പോകുന്നുണ്ട്. എന്തായാലും നീണ്ട ഒരുപാട് കാര്യങ്ങൾക്ക് ശേഷം മലയാളത്തിലോട്ട് സജീവമാകാൻ വേണ്ടി പോകുന്ന ഒരു ചിത്രം. അതുപോലെ തന്നെ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ ഏകദേശം 20 കോടി രൂപയാണെന്ന് കേൾക്കപ്പെടുന്നു. മഹേഷ് നാരായണൻ ആദ്യമായിട്ട് ഡയറക്ഷനും അതുപോലെ തന്നെ തിരക്കഥയും രചിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും എം എന്ന് പറഞ്ഞ മൂവിക്കുണ്ട്. അപ്പോൾ ഒക്ടോബറിലാണ് റിലീസ് പ്ലാൻ ചെയ്തിട്ടുള്ള. പൂജ ഹോളിഡേക്കാണ് പ്ലാൻ ചെയ്യുന്നത് കേൾക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു പടം തന്നെയായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. മറ്റൊരു അപ്ഡേറ്റ് വരാൻ വേണ്ടി പോകുന്നത് ഹൃദയപൂർവ്വം എന്ന് പറയുന്ന മൂവിയാണ്. ഹൃദയപൂർവ്വത്തെ കുറിച്ച് പറയുമ്പോൾ മോഹൻലാൽ, സത്യൻ അന്തിക്കാട് കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്നു. ലാലു രാജ്, സിദ്ദിഖ്, അതുപോലെ തന്നെ ഗീത, മാളവിക മോഹൻ തുടങ്ങിയവരൊക്കെയാണ് പ്രധാന കഥാപാത്രമായി വരാൻ വേണ്ടി പോകുന്നത്. സന്ദീപ് ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ കഥാപാത്രമായിട്ടാണ് മോഹൻലാൽ വരാൻ വേണ്ടി പോകുന്നത്. ഒരു സാധാരണ കഥാപാത്രം പ്രതീക്ഷിക്കുന്നു. മറ്റൊരു പ്രത്യേകത, ലാലേട്ടൻ താടി എടുത്തിട്ടുണ്ട്. ക്ലീൻ ഷേപ്പ് ലുക്കിലാണ് ഹൃദയപൂർവ്വം എന്ന് പറയുന്നതിൽ വരാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ റിലീസും ഏകദേശം ഒക്ടോബർ ടൈമിലൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് കേൾക്കപ്പെടുന്നു. വലിയ കുഞ്ഞൊരു സിനിമ തന്നെയാണ്. ഷൂട്ടിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നല്ലൊരു വിജയം, അതുപോലെ തന്നെ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ പഴയൊരു ഫാമിലി സപ്പോർട്ടൊക്കെ തിരിച്ച് കിട്ടുമെന്ന പ്രതീക്ഷ തന്നെയാണ്. ഹൃദയപൂർവ്വം സത്യൻ അന്തിക്കാടും മോഹൻലാൽ ടീമും വരാൻ വേണ്ടി പോകുന്ന പ്രത്യേകത. മറ്റൊരു അപ്ഡേറ്റ്, മോഹൻലാൽ, ജിത്ത് മാധവ് കൂട്ടുകളുടെ ചിത്രമാണ്. ഷൂട്ടിംഗ് ഏകദേശം ആഗസ്റ്റിലൊക്കെ ആരംഭിക്കും. ഏകദേശം 126 ഡേയ്സാണ് ഷൂട്ടിംഗ് ഒക്കെ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. പ്രധാനമായിട്ടും ബാംഗ്ലൂരാണ് ലൊക്കേഷനിൽ വരാൻ വേണ്ടി പോകുന്നത്. 2026 റിലീസ് പ്ലാൻ ചെയ്ത് കേൾക്കപ്പെടുന്നു. ഓണം അല്ലെങ്കിൽ വിഷു റിലീസൊക്കെ ആയിട്ടായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. ഒരു പക്ക ഒരു കോമഡി ആക്ഷൻ പടം തന്നെയായിരിക്കും പ്രതീക്ഷിക്കുന്നത്. മോഹൻലാൽ ഗാങ്സ്റ്ററായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. ഒരു ചോട്ട മുമ്പിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പഴയൊരു ലാലേട്ടനെ തിരിച്ച് കിട്ടുമെന്ന് വിചാരിക്കുന്നു. പഴയ ലാലേട്ടനെ കിട്ടില്ലെങ്കിലും പുതിയ വെറൈറ്റികൾ പ്രതീക്ഷിക്കുന്ന ലാലേട്ടൻ തന്നെയാണ് ഞാനും കാത്തിരിക്കുന്നത്. ഇനിയും കൺഫേം ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നോക്കിച്ചാൽ മോഹൻലാൽ, അമൽ നീരദ് കൂട്ടുകാരിലൊരു ചിത്രം വരാൻ വേണ്ടി പോകുന്നുണ്ട്. അതും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. മോഹൻലാൽ, കൃഷ്ണനാഥ് കൂട്ടുകാരിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ വിഷ്ണു ശശിധരൻ കൂട്ടിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പടങ്ങളൊക്കെയാണ് നമ്മുടെ ലാലേട്ടന് വരാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് 2025 നമ്മുടെ ലാലേട്ടൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ ചിത്രങ്ങളും വലിയ വിജയമാവട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. അത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് പരിഗണിക്കുക. ബൈ ബൈ.